ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. മോൾക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര വളരെ കഷ്ടതയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ 2012 നേഴ്സിംഗ് കഴിഞ്ഞതാണ്. അന്ന് മുതൽ ഈ 2024 വരെ ഒരു ആദ്യമേ സൗദിയിൽ MOH പാസ്സായി സൗദിക്ക് പോകാനായിട്ട് ബാഗും സാധനങ്ങളും വരെ അടുക്കിയതാണ്. പക്ഷെ പോകാൻ സാധിച്ചില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് 7 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മയും അമ്മായിയച്ഛനുമായിട്ട് എന്നും വഴക്കാണ്. എന്നും വഴക്കെന്ന് വെച്ചാൽ ഇവൾ ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ അടുത്തൊരു കുളമുണ്ട്, അവിടെ പോയി ഞാൻ ചാടി മരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യവും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അന്നൊക്കെ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോലഞ്ചേരി അപ്പുറം പട്ടിമറ്റത്തിനടുത്താണ്. അപ്പോൾ അമ്മേ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എന്നെ വിളിച്ച് പറയും. ഞാൻ ഈ പിറവത്തുനിന്ന് ഉടനെ കോലഞ്ചേരി വരെ പോകും. അങ്ങനെ എനിക്കും സമാധാനമില്ല, അവൾക്കും സമാധാനമില്ലാത്തൊരു ജീവിതമായിരുന്നു. വളരെയേറെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും കഷ്ടതയിലാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൻ എൻജിനീയറാണ്. അവൻ ആണും പെണ്ണുമായിട്ട് അവിടെ ഒറ്റ മോനേ ഉള്ളൂ. OET എഴുതാൻ തീരുമാനിച്ചപ്പോൾ അവൻ ആദ്യമേ തന്നെ നിബന്ധന വെച്ചു, ഒറ്റ ചാൻസിൽ പാസ്സായിക്കൊള്ളണം, ഇനി രണ്ടാമത് നിന്നെ എഴുതിക്കില്ല, ഞാനാണ് കാശ് മുടക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവളെന്നോട് പറഞ്ഞ, അമ്മ ഈ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അമ്മ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് അതൊന്നും മനസ്സിലാക്കിയിട്ട് എന്നെ എന്തായാലും ഇവിടെ നിന്ന് അനൂപ് വിടില്ല, അപ്പോൾ അമ്മയൊന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ അതേ സെയിം പ്രായമുള്ള അവരിവിടെ സ്ഥിരം വരുന്നതാണ്. എന്നോട് പറഞ്ഞ്, അംബികെ അങ്ങനെ കുഞ്ഞിന്നാണ് മോളെ വിളിക്കുന്നത്, അപ്പോൾ ഇതുവരെ പോകാൻ സാധിച്ചില്ലല്ലോ, ഞാൻ കൂടെ കൊണ്ടുപോകാം, അംബികയൊന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലീവ് നോക്കി ഇവിടെ വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ രാവിലെ 6 മണിക്ക് പോയാലാണ് എനിക്ക് കോട്ടയത്ത് 7:30 കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അവധിയുള്ള ദിവസം എനിക്ക് ഇച്ചിരി ഉറക്കത്തിൻ്റെ അസ്കതയുള്ള ആളാണ്, എനിക്ക് എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇവരെന്നോട് പറയുന്ന സമയം ഭയങ്കര മഴക്കാലമാണ്, രാവിലെയാണെങ്കിൽ ഭയങ്കര മഴ. അപ്പം ഞാൻ മഴയാണ്, പോണോ മനസ്സ് പോകണ്ട എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ്, പോയി കഴിഞ്ഞ് കൃപാസനത്തിൽ ചെന്നാൽ നിൻ്റെ കാര്യം നടക്കും എന്ന് പറഞ്ഞു. എന്തായാലും വന്നേക്കാം. ഒരു മനസ്സോടുകൂടിയാണ് ഞാൻ സത്യം പറഞ്ഞ് ആദ്യമായിട്ട് ഈ മണ്ണിൽ ചവിട്ടണത്. പക്ഷേ ആദ്യമായിട്ട് ഈ മണ്ണിൽ ചവിട്ടി എനിക്ക് ഈ പുറയിലിരിക്കുന്ന മാതാവിനെ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല. ഞാനും വേറെ 2 പേരും, ഞങ്ങൾ 3 പേരാണ് ഒരുമിച്ച് വന്നത്. ഞങ്ങൾ 3 പേരും ചെരുപ്പഴിച്ചാതെ അവിടെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചു. തിരിച്ച് ഞങ്ങൾ പോകാൻ സമയത്ത് എൻ്റെ മാത്രം ചെരുപ്പില്ല. 3 പ്രാവശ്യം ഈ ചെരുപ്പിട്ടേക്കണ വഴി കൂടി ഞങ്ങൾ നടന്നു നോക്കിയിട്ട് എൻ്റെ ചെരുപ്പില്ല. അപ്പോൾ പുറത്ത് ചെന്നപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവന്ന് അവരെന്നോട് പറഞ്ഞ്, പുറത്തുനിന്ന് ചെരുപ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ആ പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിനെ കാണണമെന്നാണ് മനസ്സിൽ, പക്ഷേ എനിക്കത് ഞാൻ അവരോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി പോയിട്ട് വരാം, ഇവിടെ നിൽക്കാൻ പറഞ്ഞ്. ഞാൻ അങ്ങനെ ഒന്നും കൂടി വന്ന് 4ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ചെരുപ്പ് നോക്കി പോകുമ്പോൾ അങ്ങേ അറ്റത്ത് ഒരു ചെരുപ്പിനകത്ത് ഒരു ചെരുപ്പ് കയറ്റി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് ചെരുപ്പ് കിട്ടി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, നിൻ്റെ തിരുനടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ നഗ്നപാതയായിട്ട് പോകാനാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് 4ാമത്തെ തവണ കയറി വന്നത്. അങ്ങനെ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയി. പിന്നെ ഞാൻ 1 മാസം ഇങ്ങനെ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ലീവാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, നാളെ കൃപാസനത്തിൽ പോയേ പറ്റൂ. ഞാൻ എന്നെ കൊണ്ടുവന്നവരോട് പോലും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, മോളെ, നമ്മുടെ കൂടെ കൃപാസന അമ്മയുണ്ട്, ഇനി എന്ത് വന്നാലും വേറെ ആരെയും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, അമ്മ എല്ലാ കാര്യവും നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ OET അവളും കൂടി പോയി. അപ്പോൾ അവൻ പറഞ്ഞിരിക്കണ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകണമെന്നാണ്. അവളെന്നോട് പറഞ്ഞു, അമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പോയവരെല്ലാവരും പറയണത്, ഫസ്റ്റ് ചാൻസിൽ പാസ്സാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്സാകും, കൃപാസന അമ്മേനെ പറഞ്ഞിട്ടാണ് പോയിരിക്കണത്, പാസ്സാവുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചാൻസിൽ OET പാസ്സായി. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, അമ്മയുടെ മകളാണ് ഞാൻ, അമ്മയുടെ പേരക്കുട്ടീനെ വിഷമിപ്പിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണോ? അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മയുടെ പേരക്കുട്ടിക്ക് അമ്മയുടെ ഉചിതം പോലെ ചെയ്തോളാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എൻ്റെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. എൻ്റെ അമ്മയുടെ അതേ സ്ഥാനത്ത് കൃപാസന അമ്മയെ കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജലദോഷം വന്ന് ഞങ്ങളുടെ അമ്മ സഹിക്കില്ലായിരുന്നു, അതുപോലെ തന്നെയാണ് കൃപാസന അമ്മ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞാണ് വിട്ടത്. അവൾ ഫസ്റ്റ് ചാൻസിൽ OET പാസ്സായി. അതുപോലെ തന്നെ ആലുവ അങ്കമാലിയിലൊരു സ്ഥാപനത്തിൽ നിന്ന് NRHMൻ്റെ ഒരു പേപ്പർ സ്കാൻ ചെയ്ത് അയർലൻഡിലേക്ക് അയക്കണം.
6 പ്രാവശ്യം അയച്ചിട്ടും കിട്ടണില്ല. 6ാമത്തെ തവണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ പോക്ക് നടക്കൂല കേട്ടോ, പേപ്പറൊന്നും അവിടെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വീണ്ടും വന്നു, ഈ അമ്മയുടെ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഇനി അമ്മ വിഷമിപ്പിക്കരുത് കേട്ടോ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ മോളെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എല്ലാം ശരിയായി, ഇനി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീട്ടിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയായിട്ട് പിണങ്ങി അവർ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, കുഞ്ഞിനെ എന്ത് ചെയ്യും ഞാൻ പോകുമ്പോൾ? ഒന്നുമില്ലെങ്കിൽ അമ്മ ജോലി രാജിവെക്കേണ്ട വരും കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോണ സമയത്തല്ലേ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതിന് 2 മാസം മുന്നേ അതുവരെ അവരുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനോ അമ്മയോ വിളിക്കുകയോ മിണ്ടുകയോ ചെയ്യാതിരുന്ന അച്ഛൻ ആദ്യമായിട്ട് ഇവർ താമസിക്കുന്നിടത്ത് ചെന്നിട്ട് പറഞ്ഞ്. അപ്പോൾ ഇവർ പോണ കാര്യം, ഇവൾ OET പാസ്സായിന്ന്, ഇവൾ പുറത്തോട്ട് പോവുകയാണെന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, അച്ഛനും അമ്മയും പോലും അറിഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞ്, വഴക്കും പിണക്കൊക്കെ ഉണ്ടാകും, നിങ്ങൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അന്ന് തന്നെ അവൾ വെട്ടിയടുക്കി കെട്ടി അവരവങ്ങ പോയി. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, ഞാൻ നവംബർ 26-ാം തീയതി ഈ വർഷം കഴിഞ്ഞ 23-ലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോൾക്ക് ഫെബ്രുവരിയിൽ പോകാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 13-ാം തീയതി എൻ്റെ മോള് പുറത്തോട്ട് പോയി. അപ്പം ഇപ്പം കുഞ്ഞിനെ നോക്കണത് അവിടുത്തെ അച്ഛനും അമ്മയാണ്. പുറത്ത് പോയെങ്കിൽ അയർലൻഡിൽ ചെന്ന് കഴിയുമ്പോഴും പിന്നെ കഷ്ടപ്പാടുകളാണ്. അവിടുത്തെ എക്സാം എഴുതണം, അത് പാസ്സാകണം, എങ്കിലേ അവിടെ ജോലി പ്രവേശിക്കാൻ കഴിയും. ഇപ്പോൾ ഇവർ 6 കുട്ടികൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അവൾ പറഞ്ഞ്, അമ്മേ എല്ലാവരും പറയണത് ഭയങ്കര കഷ്ടപ്പാടാണ് പരീക്ഷ എഴുതി ജയിക്കാൻ. പരീക്ഷ എഴുതി ജയിച്ചില്ലെങ്കിൽ തിരിച്ചു പോരേണ്ട വരും, അനൂപ് മുടക്കിയ കാശ് മുഴുവനും പോകും, നാട്ടിൽ വന്ന ആത്മഹത്യ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അവൻ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തിനാ ധരിക്കണം, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് അവിടെ പരീക്ഷ പാസ്സായിരിക്കും എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോണതിൻ്റെ അന്ന് രാവിലെ റോട്ടിൽ കൂടി നടന്നു പോയപ്പോൾ അവളെന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മേ ഒരു പെൺകുട്ടി ആ റോട്ടിൽ നിൽപ്പുണ്ടായിരുന്നു, കൈ കാണിച്ച് അടുത്തേട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ഇന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓർന്ന് വെച്ചോന്ന്. ആ കുട്ടി ഏതാണെന്ന് പിന്നീട് ഒരിക്കലും അവർ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അവളെന്നോട് പറഞ്ഞു, 10 ആണ് ആ ആൻസർ എന്നിങ്ങനെ ആ കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ 10 പറഞ്ഞു. അവിടുത്തെ ചോദിക്കുന്ന അവർ വെരി ഗുഡ് പറഞ്ഞു. ഇവർ 6 പേര് പോയതിൽ ഫസ്റ്റ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കണേ, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് അധികം സ്കോറൊന്നും വേണ്ട, ജയിക്കാനുള്ള സ്കോർ മാത്രം മതി, വേറെ ഒരു സ്കോർ പോലും നീ കൂടുതൽ കൊടുക്കണ്ട എന്നാണ് പ്രാർത്ഥിച്ചത്. ആ 14 യൂണിറ്റ് എൻ്റെ മോൾക്ക് കിട്ടി. എൻ്റെ മോള് മാത്രമാണ് ഫസ്റ്റ് ചാൻസിൽ എഴുതി കയറിയോളൂ. അങ്ങനെ അവൾക്ക് ജോലിക്ക് കയറാൻ പറ്റി. ഇപ്പോൾ 1 മാസത്തേക്ക് ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ഫ്രീ ആണ്. അങ്ങനെ ഇരിക്കുമ്പം താമസ സ്ഥലം കണ്ടുപിടിക്കണം 1 മാസം കഴിഞ്ഞാൽ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൂടെയുള്ളതിൽ കുട്ടികൾ എഴുതിയതിൽ 2 പേര് ഔട്ടായി, 3 പേർക്ക് കയറാൻ പറ്റി. അപ്പോൾ ഇവർക്ക് താമസ സ്ഥലം എവിടെ താമസിക്കും, മലയാളികളെ ഒന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആരോടോ ചോദിച്ചു, എവിടെയാണ് കൂടുതൽ മലയാളികൾ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ഒരു ഏരിയയിൽ മലയാളികൾ കൂടുതൽ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അറിയാനൊന്നും പാടില്ല, ഇങ്ങനെ നടന്നു പോയപ്പോൾ ഏതോ ഒരു മനുഷ്യനെല്ലാം നടന്നു വന്നപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു, ചേട്ടൻ മലയാളിയാണോ? അതെ, എന്താ കാര്യം? ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ ജോലിക്ക് വന്നവരാണ്, ഞങ്ങൾക്ക് താമസിക്കാനൊരു താമസ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കാറിലിരിക്കുന്നത് എൻ്റെ വൈഫാണ്, അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ്, പേര് അഞ്ജു എന്നാണ്, ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടി ചെന്ന് ചോദിച്ചു നോക്കി. ഇപ്പം ഈ സിസ്റ്റർ പറഞ്ഞ്, ഒന്നും പേടിക്കാനില്ല, ഈ കാറിലേക്ക് കയറിക്കോളാൻ പറഞ്ഞ് ആ കാറിൽ കയറി അവർ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് അപ്സ്റ്റെയറിൽ 2 റൂം വേക്കൻ്റ് ഉണ്ട്, നിങ്ങളിവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഇപ്പം ഇന്ന് അവർ ഒരു കുടുംബമായിട്ടാണ് കഴിയുന്നത്, ഒരു കുഴപ്പവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആയി. എനിക്ക് എൻ്റെ മാതാവിനോട് തിരുക്കുമാരനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കുഞ്ഞ് ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ടാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ അമ്മയാണ് കൃപാസന അമ്മ, ഒരിക്കലും എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൈവിടില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി. പിന്നെ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൾക്കിങ്ങനെ ഷോൾഡർ പെയിൻ ഭയങ്കരമായിട്ടുണ്ടായി. അവളെന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കൈ പൊക്കാൻ പാടില്ല, കൈ പോകുന്ന തോന്നണേ, ഇനിയിപ്പോൾ തിരിച്ചു പോരേണ്ട വരുമെന്നാ തോന്നണേന്ന്. ഇപ്പം ഞാനിവിടുന്ന് കിട്ടിയ തൈലം കൊടുത്ത്
വിട്ടിരുന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അമ്മയല്ലേ, അമ്മയുടെ പ്രാർത്ഥനയിലല്ലേ പോയിരിക്കുന്നത്, ആ തൈലം പുരട്ടി തടവി വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അത് ചൊല്ലി ആ കൈയിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. എനിക്കും ഉണ്ടായിരുന്നു ഈ കൈക്ക് വേദന, അതും മാറിക്കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് വഴിയില്ലാത്തൊരു പ്രദേശമാണ് ഞാൻ താമസിക്കുന്നത്. ആരുടെയെങ്കിലൊക്കെ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ ചാടി ഓടിയ വീട്ടിൽ പോണത്, വഴിയില്ല. 29 വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ മിനിഞ്ഞാന്ന് എൻ്റെ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും ഒരു റോഡരികിൽ ഒരു 5 സെൻറ്റ് സ്ഥലത്തിനുള്ള ഇത് നോക്കിക്കോ, ഞാൻ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നൊരു വാക്കല്ല അത്. ആ വാക്ക് എൻ്റെ മോളെ കൊണ്ട് പറയിപ്പിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. ഇതിപ്പോൾ എന്നെ 7ാമത്തെ തവണയാണ് വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ പേപ്പർ വാങ്ങിക്കും, മെഡിക്കൽ കോളേജിൽ ചെല്ലും. ഞാൻ പേവാർഡിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഓരോ റൂമിലും കയറും, പേഷ്യൻസിനെ കാണും, അവരോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും, എൻ്റെ മോള് പോകാനുണ്ടായ ഇടയെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കൃപാസന അമ്മ കൈവിടില്ല എന്ന് പറയും. ഞാൻ അവിടെ ചെന്നിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടായിരുന്നു. 27 വയസ്സായൊരു പേഷ്യൻ്റാണ്. അവൻ ആക്സിഡൻറ്റിൽ ലോറിയും ബൈക്കും കൂടെ കൂട്ടിയിടിച്ചിട്ട് അവൻ്റെ ബൈക്ക് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോയി. അവൻ മരിച്ചുപോയി എന്ന് കരുതിയതാണ്. അവനെ പിറ്റേ ദിവസമാണ് റോഡരികളിൽ നിന്നും ഒരു തോട്ടത്തിൽ നിന്നാണ് കിട്ടിയത്. അവൻ്റെ 2 കൈയും 2 കാലും ഒടിഞ്ഞ് തലയിലൊക്കെ പൊട്ടലുണ്ടായിരുന്നു. അവന് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ റൂമിൽ ചെന്ന് പറയും, ഇല്ല ജിതിനെ, നീ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോണ ആളാണ്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അവർക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ ആ പയ്യൻ നടന്നു തുടങ്ങി. എല്ലാ കാരണങ്ങൾക്കും പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.